ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ ഈഴവരെ ഓർമ്മ വരുന്ന ഒരു സങ്കടകരമായ അവസ്ഥയുണ്ടെങ്കിൽ അത് തെറ്റാണ്. ശ്രീനാരായണ ഗുരു ഈ ലോകത്തിൻ്റെ പൊതുവായ സ്വത്താണ്. ശ്രീനാരായണ ഗുരു മുസൽമാൻ്റെ ഗുരുവാണ്, ക്രിസ്ത്യാനിയുടെ ഗുരുവാണ്, ഹിന്ദുവിൻ്റെ ഗുരുവാണ്, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഗുരുവാണ്, മതമുള്ളവൻ്റെയും മതമില്ലാത്തവൻ്റെയും ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ഈ ലോകത്തിൻ്റെ ഗുരുവാണ്, ഈ ലോകത്തിൻ്റെ ഗുരുവായിരിക്കണം. ഗുരുവിൻ്റെ സന്ദേശങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങിപ്പോയത്? സൂര്യനോളം പ്രോജ്വലിക്കുന്ന ബുദ്ധനെ പോലെ, യേശുവിനെ പോലെ, മുഹമ്മദിനെ പോലെ കൊണ്ടാടപ്പെടേണ്ടുന്ന ഒരു മഹാഗുരു എന്തുകൊണ്ടിങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചാൽ ഗുരുവിനെ ഒരു സമുദായ ആചാര്യനായി നാം പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. അതിൽ എല്ലാവർക്കും പങ്കുണ്ട്, രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ട്. ഗുരുവിനെ നവോത്ഥാന നായകനായി പരിചയപ്പെടുത്തിയ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഗുരു നവോത്ഥാന നായകനാണ്. യഥാർത്ഥത്തിൽ നവോത്ഥാന നായകൻ തന്നെയാണ് ഗുരു. ഗുരു കവിയാണ്, ഗുരു നവോത്ഥാന നായകനാണ്, ഗുരു നേതാവാണ്, ഗുരു വൈദ്യനാണ്, ഇതൊക്കെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഗുരുവാണ്. ഗുരുവിൻ്റെ പ്രവർത്തനത്തിൽ എല്ലാം ഉൾക്കൊള്ളും. അത് കുളത്തിന് കുറ്റിയടിച്ചതുപോലെയാണ്. കുളത്തിന് കുറ്റിയടിച്ചാൽ കുറ്റി പറിക്കാൻ വേണ്ടി മാത്രം കുഴിക്കേണ്ടതില്ല. കുളം കുഴിക്കുമ്പോൾ കുറ്റി അങ്ങ് പറയും. ഗുരു മൊത്തം കുളം കുഴിച്ചു. ആ കുളം കുഴിക്കുന്നതിനിടയിൽ ജാതീയത എന്ന കുറ്റി, അജ്ഞത എന്ന കുറ്റി, വിഭാഗീയത എന്ന കുറ്റി, വർഗീയത എന്ന കുറ്റിയൊക്കെ അങ്ങില്ലാതായിപ്പോയി. ഗുരു അതിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ടില്ല. ഗുരു ജാതീയത ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ടില്ല. പിന്നെയോ ഗുരു പ്രവർത്തിച്ചത് മനുഷ്യനെ അവൻ്റെ ടോട്ടാലിറ്റിയിൽ നന്നാക്കാനാണ്, സമഗ്രമായി നന്നാക്കാനാണ് ഗുരു ശ്രമിച്ചത്. അങ്ങനെ ശ്രമിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ജാതീയത നീങ്ങി, അജ്ഞത നീങ്ങി, വിഭാഗീയത നീങ്ങി, വർഗീയത നീങ്ങി, സങ്കുചിതത്വം നീങ്ങി. മനുഷ്യനായി രൂപപ്പെട്ടു. അങ്ങനെയാണ് മനുഷ്യനായി രൂപപ്പെട്ടു. അതുകൊണ്ട് ഗുരുവിനെ പഠിക്കണം.